ആലിബാബയ്ക്കും 4 കള്ളന്മാർക്കും വാതിൽ തുറക്കൂ. ആലിബാബയും 4 കള്ളന്മാരും പണസഞ്ചികളുമായി ആ ഗുഹയിലേക്ക് പോയി. അകത്ത് പോയ ശേഷം ആലിബാബയ്ക്കും 4 കള്ളന്മാർക്കും വാതിൽ അടയ്ക്കൂ. ആ ഗുഹയ്ക്കുള്ളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുമിഞ്ഞു കൂടുന്ന തരത്തിൽ സ്വർണ്ണ നാണയങ്ങളും വൈരങ്ങളും സ്വർണ്ണാഭരണങ്ങളും കാണാം. അത് ആ കള്ളന്മാർ നോക്കുമ്പോൾ അവർക്കതിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. ആ 4 പേരിൽ ഒരാളാണ് കട്ടപ്പ. അവന്റെ നേതാവിനോട്, നേതാവേ, ഇത്രയും സ്വർണം വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? മകൾമതി എന്നൊരു രാജ്യമുണ്ടാക്കി ബാഹുബലിയോട് യുദ്ധം ചെയ്യാമടാ കട്ടപ്പ. നീ എന്തായാലും എന്റെ സേവകനല്ലേ. ഈ സ്വർണം ഉപയോഗിച്ച് നമുക്കൊരു രാജ്യമുണ്ടാക്കാം. അതല്ല യജമാനെ, ഇനിയും കൂടുതൽ ഉണ്ടാക്കണോ എന്നാണ് ചോദിച്ചത്. എടാ കട്ടപ്പ, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. അതാണ് നിന്റെ ജോലി. ജാഗ്രത. ആലിബാബയും ആ കള്ളന്മാരും കൂടെ ചുറ്റുമുള്ള 40 ഗ്രാമങ്ങളിൽ നിന്നും അവിടെയുള്ള ധനികരിൽ നിന്നും ജമീന്ദാരന്മാരിൽ നിന്നും മോഷണം നടത്തി പാവപ്പെട്ടവരെയും അസുഖം ബാധിച്ചവരെയും സഹായിച്ചു. എന്നാൽ ഇവരെ സഹായിക്കുന്നത് അവിടെയുള്ള ധനികന്മാർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇവരെ എതിർക്കാനുള്ള ധൈര്യം ആർക്കും തന്നെ ഉണ്ടായില്ല. അത് മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അവരെ വളരെ ബഹുമാനവുമായിരുന്നു. അതിനാൽ അവർക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർ അത് വേഗം അറിയുമായിരുന്നു. അതിനാൽ എല്ലാ ധനികന്മാരും ചേർന്ന് ഈ ആലിബാബയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ 2 ഗ്രാമത്തിന്റെയും ഇടയിലുള്ള ആ പുളിമരത്തിൽ ഒരു പ്രേതമുണ്ട്. ഗ്രാമത്തിലുള്ള ആരും അവിടേക്ക് പോകാറില്ല. ആ പ്രേതത്തിന്റെ കയ്യിൽ നിധിയുണ്ടെന്ന് നമുക്ക് പറഞ്ഞു വരുത്താം. അപ്പോൾ എല്ലാവരും തീർച്ചയായും പോവും. ആ പ്രേതം അവരെ പിന്നെ എന്താ ചെയ്യാ? പ്രേതവും പിശാശും അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അതിലാണ് കാര്യമുള്ളത്. അവന്റെ ധൈര്യത്തിൽ അവന് വളരെ വിശ്വാസമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവൻ തീർച്ചയായും പോവും. അപ്പോൾ ആ പ്രേതം അവനെ കൊല്ലുകയും ചെയ്യും. അതോടെ അവന്റെ ശല്യവും തീരും. അവൻ ആ പ്രേതത്തിനെ തന്നെ കൊല്ലുകയാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ആ പ്രേതം അവിടുന്ന് പോവുകയാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവരിൽ നിന്ന് നമുക്ക് കൈക്കൂലി വാങ്ങിക്കൂടെ? ഇക്കാര്യം നല്ലതാണെന്ന് തോന്നി അവർ ഗ്രാമത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും ആ പുളിമരത്തിലെ പ്രേതത്തിന്റെ കയ്യിൽ നിധിയും സ്വർണങ്ങളും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വരുത്തി. അതങ്ങനെ എല്ലാവരുടെ ചെവിയിലും എത്തി. അവസാനം കട്ടപ്പയും കേട്ടു. ഉടനെ ഈ കാര്യം അവൻ ആലിബാബയോട് പറഞ്ഞു. നേതാവേ, ഗ്രാമാതിർത്തിയിൽ ഒരു പുളിമരമില്ലേ? ആ പുളിമരത്തിലെ പ്രേതത്തിന്റെ കയ്യിൽ ഒരുപാട് നിധിയുണ്ടെന്ന്. ആ നിധി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ കളവുകൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എടാ കട്ടപ്പ, നിന്നെ എന്താ പ്രേതം പിടിച്ചോ? പ്രേതത്തിന്റെ കയ്യിലാണോ സ്വർണവും നിധിയുമൊക്കെ? അതൊരുപക്ഷെ സത്യമാണെങ്കിൽ നമ്മളുടെ ആവശ്യമെല്ലാം നിറവേറും. ഒന്ന് ആലോചിച്ചു നോക്ക്. അത് മാത്രമല്ല, ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം പറയുന്നത് അത് വാങ്ങാൻ ആലിബാബയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അത്രയും വലിയ നിധിയാണെങ്കിൽ അത് കാക്കുന്ന പ്രേതവും അത്രയ്ക്കും ശക്തിയുള്ളവനായിരിക്കും. അതിനെ പറ്റിച്ചുകൊണ്ട് ആ നിധി കൊണ്ടുവരാനായി സാധിക്കുമോ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു പ്രേതത്തിനെയല്ല, ഒരു കൂട്ടം പ്രേതങ്ങളെ തന്നെ തോൽപ്പിക്കാൻ സാധിക്കും. പദ്ധതിയുണ്ടാക്കൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അവരുടെ നിർദ്ദേശപ്രകാരം വൈക്കോൽ കൊണ്ട് 2 നോക്കുത്തികളെ ഉണ്ടാക്കി. അവയെ മനുഷ്യന്മാരെ പോലെ വസ്ത്രങ്ങളും ധരിപ്പിച്ചു. 2 പാത്രം നിറച്ച് ഇറച്ചിയും വെച്ചു. 4 പേരോടും ഒരു വലിയ വലയും ഒരു ബോട്ടിലും കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ അതെല്ലാം എടുത്തുകൊണ്ട് പുളിമരത്തിനടുത്തേക്ക് പോയി. ആദ്യം ഇറച്ചി വെച്ചിട്ട് വ്യത്യസ്തമായി ശബ്ദമുണ്ടാക്കാൻ പറഞ്ഞു. ആ ശബ്ദം കേട്ട് അവിടെയുണ്ടായിരുന്ന പ്രേതം ശരിക്കും പുറത്തേക്ക് വന്നു. അപ്പോൾ ആ പ്രേതം, ആ ഇറച്ചി എനിക്ക് വേണ്ടി ഇത് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആ വൈക്കോൽ നോക്കുത്തിയെ കൈയെല്ലാം കെട്ടി പിശാചിന്റെ മുന്നിൽ കൊണ്ടുവന്ന്, ഈ ഇറച്ചി നിനക്കുള്ളതല്ല, അടുത്ത ഗ്രാമത്തിൽ വേറൊരു പ്രേതമുണ്ട്, അതിനെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ഒന്ന് വഴിമാറ് എന്ന് ഒരു കള്ളൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കണ്ട നേരത്ത് വരാനും നിങ്ങളുടെ ഇഷ്ടത്തിന് പോവാനും ഇതെന്താ കാളച്ചന്തയാണോ? ഇതെന്റെ സാമ്രാജ്യമാണ്. മര്യാദയ്ക്ക് ആ ഇറച്ചി എനിക്ക് നൽകി വൈകാതെ ബലിയാവാനായി തയ്യാറെടുക്കൂ എന്ന് പറഞ്ഞ് അത് അട്ടഹസിക്കാൻ തുടങ്ങി. ആലിബാബയും കള്ളന്മാരും ആ വൈക്കോൽ നോക്കുത്തിയെ കത്തിച്ചു. അത് കണ്ട് പ്രേതം പേടിച്ചുപോയി. കുറച്ചു സമയത്തിനുള്ളിൽ എന്തോ മന്ത്രങ്ങൾ ചൊല്ലി ശബ്ദമുണ്ടാക്കിയപ്പോൾ ആ പ്രേതം പേടിച്ച്, നിങ്ങളെയെല്ലാം എന്താ ചെയ്യുന്നു നോക്കുന്നു എന്നവരോട് പറഞ്ഞു.
ആലിബാബ മുന്നിലേക്ക് വന്ന്, ഞങ്ങളെ പിന്നീടായാലും കൊല്ലാം, ആദ്യം ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നെ രക്ഷിക്കാൻ നോക്ക്. ഓ, നിങ്ങൾ വലിയ പടയുമായാണോ വന്നിരിക്കുന്നത് എന്ന് അവനോട് അട്ടഹസിച്ചു. അപ്പോഴാ 4 പേരും പ്രേതത്തിനെ ആ വലയിലാക്കി. ആലിബാബ അന്നേരം, പറയൂ, ആ നിധി എവിടെയാണ്? ഇല്ലെങ്കിൽ ഈ ബോട്ടിലാക്കി നിന്നെ അടച്ചിടും. ഈടാ മനുഷ്യ, നീ എന്തിനാ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നത്? നിധിയെ കുറിച്ച് പറഞ്ഞാൽ എന്നെ വിട്ടയക്കാമോ? ആലിബാബ പറഞ്ഞ വാക്ക് പാലിക്കാറുണ്ട്. ഇവിടെ നിന്ന് 3 ഗ്രാമങ്ങൾക്കപ്പുറം എന്റെ ചേച്ചി ഒരു വലിയ മല സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ അമാവാസി ദിവസം മാത്രമേ നിനക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കൂ. മറ്റുള്ള ദിവസം പോയാൽ അവൾ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. ഞാൻ എല്ലാം പറഞ്ഞില്ലേ, എന്നെ വിട്ടേക്കൂ. ആലിബാബ വലയിൽ നിന്നും പ്രേതത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അടുത്ത ഗ്രാമങ്ങളിലുള്ള എല്ലാ ജനങ്ങളും ആലിബാബയുടെ ധൈര്യത്തെ വളരെയധികം പ്രകീർത്തിച്ചു. എന്നാൽ അവിടുത്തെ ധനികർ തങ്ങളുടെ ഉദ്ദേശം നടക്കാത്തതിൽ വളരെയധികം നിരാശരായി. പണ്ടൊരിക്കൽ ചോളവരം എന്ന ഗ്രാമത്തിൽ കൈലാസൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾക്കൊരു ഭാര്യയും 3 കുട്ടികളും ഉണ്ടായിരുന്നു. കൂലിവേല ചെയ്ത് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ഒരു ദിവസം കൈലാസന് പെട്ടെന്നൊരു ആലോചനയുണ്ടായി. കൂലിവേല ചെയ്തുണ്ടാകുന്ന സമ്പാദ്യം കൊണ്ട് എത്ര നാളെ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തെങ്കിലും നിധി കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാം എന്നയാൾ വിചാരിച്ചു. ചോളവരത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൽ പ്രേതങ്ങളുള്ളത് ആളുകൾ പറഞ്ഞു. ആ കാര്യം കൈലാസനും അറിയാം. ആ പ്രേതങ്ങളോട് സൗഹൃദം സ്ഥാപിച്ചാൽ അവരുടെ സഹായത്താൽ കഷ്ടപ്പെടാതെ കോടീശ്വരനാകാമെന്ന് അയാൾ വിചാരിച്ചു. ഒരു ദിവസം അതിരാവിലെ എണീറ്റ് അയാൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. കുറച്ചു ദൂരം പോയപ്പോൾ കൈലാസൻ ഒരു ആൽമരം കണ്ടു. അത്രയും വലിയ ആൽമരം അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ആ ആൽമരത്തിന്റെ ഒരു വേരിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രേതം താഴേക്കിറങ്ങി വരുന്നത് കൈലാസൻ കണ്ടു. ആ പ്രേതത്തെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചുകൊണ്ട് കൈലാസൻ ഒരു കല്ലിന്മേലിരുന്ന് കരയാൻ തുടങ്ങി. അയാൾ കരയുന്ന ശബ്ദം കേട്ട് ആ പ്രേതം അയാളുടെ അടുത്തേക്ക് വന്ന് അയാളോട് ചോദിച്ചു, ഏയ് മനുഷ്യ, നിങ്ങൾ എന്തിനാ അങ്ങനെ കരയുന്നത്? നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. അപ്പോൾ കൈലാസൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട്, ഞാനൊരു കൂലിത്തൊഴിലാളിയാണ്, വളരെ കഷ്ടപ്പെടുന്നവൻ. എന്റെ മക്കൾക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. അത്രയുള്ളൂ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേതം കൈകൾ നീട്ടിയപ്പോൾ ഒരു നിധിക്കുടം അതിന്റെ കയ്യിൽ വന്നു. അത് കൈലാസന് കൊടുത്തു. ഇതാ, ഈ നിധിക്കുടം എടുത്തോളൂ, എന്നിട്ട് സമാധാനത്തോടെ പോകൂ. ഇനി വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഈ ആൽമരത്തിന്റെ അടുത്ത് വന്ന് എന്നെ വന്ന് കാണൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞുപോയി. കൈലാസൻ ആ പ്രേതം കൊടുത്ത നിധിക്കുടവുമായി സന്തോഷത്തോടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ 2 പ്രേതങ്ങൾ വന്നു. അവർ കൈലാസന്റെ കയ്യിൽ നിന്ന് ആ നിധിക്കുടങ്ങൾ വാങ്ങി. ഞങ്ങൾക്കാരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നത് സഹിക്കില്ല. ഈ നിധി കിട്ടി നീ സന്തോഷമായിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല എന്നവറ്റകൾ അട്ടഹസിക്കാൻ തുടങ്ങി. ഉടനെ ആ നിധിക്കുടത്തിലുണ്ടായിരുന്ന സ്വർണ്ണനാണയങ്ങൾ മണ്ണാക്കി മാറ്റി. അതിലുണ്ടായിരുന്ന സ്വർണമെല്ലാം അങ്ങനെ പാഴായിപ്പോയി. ആ 2 പ്രേതങ്ങളും കൈലാസത്തിനെ കുറച്ചുനേരം ചുറ്റിക്കൊണ്ട് അവിടെ നിന്നും പോയി. കൈലാസൻ വിഷമത്തോടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അയാൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടായില്ല. വീണ്ടും അയാൾ കാട്ടിലേക്ക് പോയി. ആൽമരത്തിൽ പോയി അവിടെ വേരിൽ പിടിച്ചുകൊണ്ടിരുന്ന പ്രേതത്തെ അയാൾ കണ്ടു. നടന്ന കാര്യങ്ങളെല്ലാം അതിനോട് അയാൾ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നിധിക്കുടം എടുത്തോണ്ട് വന്ന് അത് കൈലാസന്റെ കയ്യിൽ കൊടുത്ത്, ഇത്തവണ നീ വേറെ വഴിക്ക് പോ. അത് പറഞ്ഞത് കേട്ട് കൈലാസൻ വേറെ വഴിയിലൂടെ നടന്നുപോയി. കുറച്ചു ദൂരം നടന്നുപോയപ്പോൾ അന്ന് വന്ന അതേ 2 പ്രേതങ്ങൾ അയാളുടെ മുന്നിൽ വന്നു. ആ പ്രേതങ്ങൾ കൈലാസനോട്, നീ വളരെ ഭാഗ്യവാനാണല്ലോ, അത് കണ്ടോ, ആ പക്ഷി കാണാൻ എന്തു ഭംഗിയാ എന്ന് ആ പ്രേതങ്ങൾ അട്ടഹസിക്കാൻ തുടങ്ങി. ഉടനെ കൈലാസന്റെ കയ്യിലുണ്ടായിരുന്ന നിധികുടം അപ്രത്യക്ഷമായി. അതിന് പകരമായി അവന്റെ കയ്യിൽ ഒരു മൂങ്ങ വന്നിരുന്നു. അതിനെ കണ്ട് പേടിച്ച് അവൻ അതിനെ തൂക്കിയെറിഞ്ഞു. ഉടനെ 2 പ്രേതങ്ങളും അവിടെ നിന്നും മറഞ്ഞുപോയി. കൈലാസൻ വീണ്ടും ആ ആൽമരത്തിലേക്ക് ചെന്നു. അവിടെയുണ്ടായിരുന്ന പ്രേതത്തോട്, ഇതിനു മുമ്പ് നിങ്ങൾ കൊടുത്ത 2 നിധികുടങ്ങളും ആ പ്രേതങ്ങൾ എടുത്തോണ്ട് പോയി എന്ന് വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ ആ പ്രേതം സമാധാനിപ്പിച്ച്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നിധിക്കുടം കൊടുത്ത്, ഇത്തവണ നീ നദിക്കരയിലൂടെ പോകൂ. എപ്പോഴും നീ പറയുന്ന വഴിയിലൂടെ പോയി എനിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തോന്നുന്ന വഴിയിലൂടെ പോവാ. അപ്പോൾ ആൽമരത്തിലെ ആ പ്രേതം ദേഷ്യത്തോടെ, എനിക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വളരെ താല്പര്യമാണ്. അതേപോലെ
നിന്റെ മുന്നിൽ വന്ന ആ 2 പ്രേതങ്ങൾക്ക് ആര് നല്ലതായിരുന്നാലും അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വഴി നിനക്ക് കാണിച്ചു തന്നത്. എന്നാൽ അവർ നീ പോകുന്ന വഴി മനസ്സിലാക്കിയിട്ട് നിന്നെ കളിപ്പിക്കുകയാണ്. ഇപ്പോൾ നീ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലാതെ വേറെ വഴിയില്ല. കൈലാസൻ ആ നിധിക്കുടവും എടുത്തുകൊണ്ട് പ്രേതം പറഞ്ഞ വഴിയിലൂടെ പോയി. വീണ്ടും അതേ 2 പ്രേതങ്ങൾ മുന്നിൽ വന്ന് കുടത്തിലെ സ്വർണ്ണനാണയങ്ങൾ കളിമണ്ണാക്കി മാറ്റി. അതിനുശേഷം അവർ പറന്നുപോയി. വീണ്ടും കൈലാസൻ ആൽമരത്തിലേക്ക് പോയി. അവൻ നോക്കുമ്പോൾ ആ ആൽമരത്തിൽ 3 പ്രേതങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത്, ഒരു പ്രേതം സഹായം ചെയ്യുന്നത് പോലെ അഭിനയിച്ച് മറ്റു 2 പ്രേതങ്ങൾ അതിനെ നശിപ്പിക്കുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നയാൾ മനസ്സിൽ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൈലാസന് മുതിർന്നവർ പറഞ്ഞത് ഓർമ്മ വന്നത്. അത്യാഗ്രഹം വലിയ ആപത്തെ നമുക്കുണ്ടാക്കൂ, അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായി 3 ദിവസം ജോലിക്ക് പോകാതെ കുടുംബത്തെ പട്ടിണിക്കിട്ടു കൈലാസൻ. അതിൽ പിന്നീട് ഒരിക്കൽ പോലും ആ ആൽമരത്തിന്റെ അടുത്തേക്ക് അവൻ പോയില്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബത്തെ അവൻ പുലർത്തി. Please watch and subscribe to our channel and don't forget to tap the bell icon. Thank you.